ലാ ഈമാന ലിമൻ ലാ മഹബ്ബത ലഹ്. മഹബ്ബത്തില്ലാത്തവൻക്ക് ഈമാനില്ല. ഈ റബീ ആചരിക്കാത്തവൻക്ക് ഈമാനില്ല എന്നതാണ് ചുരുക്കം. റബീ ആചരിക്കാൻ വലിയ തെളിവുകൾ ആവശ്യമില്ല. റബീ ആചരിക്കൽ കൊണ്ട് ഞാൻ മുഞ്ഞാന്ന് ഒരിടത്ത് പറഞ്ഞു, റബീ ആചരിക്കൽ കൊണ്ട് ഇവിടെ റോഡുകൾ ബ്ലോക്ക് ആകുന്നുണ്ട്, പല അനാചാരങ്ങളും നടക്കുന്നുണ്ട്, അതുകൊണ്ട് റബീ വേണ്ട എന്ന് ചില സ്ഥലങ്ങളിൽ പറഞ്ഞ് റബീനെ നിർത്തുന്നവരുണ്ട്. അവരോട് പറയാനുള്ളത്, ഇതിനേക്കാൾ അനാചാരങ്ങൾ നടക്കുന്നൊരു ഇടമുണ്ട്, അത് കല്യാണമാണ്. കല്യാണങ്ങളിൽ നടക്കാത്ത അനാചാരങ്ങളില്ല. കൊറഗജ്ജയുടെ വേഷമിട്ടത് നമ്മുടെ സമുദായമാണ്. ക്ലോസറ്റിന്റെ മോഡലുള്ള കേക്ക് ഉണ്ടാക്കിയത് നമ്മുടെ സമുദായമാണ്. മഞ്ഞ കല്യാണത്തിന്റെ പേരിൽ ബേക്കൂത്തുകൾ വാരിക്കൂറിയത് നമ്മുടെ സമുദായമാണ്. താള എന്ന പേരിൽ ഈ വാപ്പയുടെ കണ്ണീർ വാരിയത് അത് നമ്മുടെ സമുദായമാണ്. ഈ അനാചാരങ്ങളുള്ള കല്യാണം നാം നിർത്തിവെക്കുന്നില്ലല്ലോ. നിർത്തിവെക്കേണ്ടത് അനാചാരങ്ങൾ മാത്രമാണ്. ഒരു വീട്ടിലേക്ക് ഒരു എലി കടന്നാൽ ആ എലിയെയാണ് ഞങ്ങൾ കൊല്ലേണ്ടത്, വീട് കത്തിക്കലല്ല. മൗലിദുമായി ബന്ധപ്പെട്ട് റബിയുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും അനാചാരങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ നിർത്തേണ്ടത്, റബീനല്ല. ഇത് നമ്മുടെ കൾച്ചറാണ്, മഹബത്തിന്റെ കൾച്ചറാണ് റബീ. ഞാൻ ഒറ്റൊരു സംഭവം പറഞ്ഞ് എൻ്റെ പ്രസംഗം നിർത്തട്ടെ. മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ലോകം കണ്ട വലിയ ആശിഖാൻ. ഇന്ന് പലരും ആഷിഖിന്റെ ലേബലുകളിൽ നടക്കുന്നുണ്ടെങ്കിലും ലോകത്ത് അത്രമേൽ വലിയൊരു ആഷിഖിനെ ലോകം കണ്ടിട്ടില്ല. വലിയ ആഷിഖാണ് മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. ആ മഹാനവറുകൾ ചെറുപ്പം മുതൽ തന്നെ കറാമത്തിന്റെ ഉടമയാണ്. ബവാമൂദൂഗിന് കുതുബായി വന്നോവർ ഔലിയാക്കളിൽ ചിലരുണ്ട്. അവരുടെ പ്രത്യേകത, അവർ അള്ളാഹുവിന്റെ ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് തന്നെ അവർ ഔലിയാക്കളായിട്ടാണ് വരിക. അതിൽപ്പെട്ട മഹാനാണ് മഹാനായ അഹ്മദുൽ കബീർ റിഫായി. കുട്ടി അതാ മഹാനവറുകൾ ഗർഭസ്ഥ ശിശുവായ സമയത്ത് ആ ഉമ്മയോട് നമ്മളെ നാട്ടിൽ സാധാരണ ചോദിക്കാറില്ലേ, കുട്ടി ആണാണോ പെണ്ണാണോ എന്ന ഡൗട്ടുകൾ ചോദിക്കാറില്ലേ? അങ്ങനെ ഈ ഗർഭസ്ഥ ശിശുവായ അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെ ഉമ്മയുടെ പള്ളയിലേക്ക് ചൂണ്ടി ചോദിക്കുന്ന സമയത്ത് മഹാനവറുകൾ അവിടുന്ന് മറുപടി പറയുകയാണ്, മകനോ മകളെന്ന് ചോദിച്ച നേരത്ത് മകനാ അഹ്മദുൽ കബീർ എന്ന് ചൊന്നോവർ. അവർ മകനോ മകളോ എന്ന് ചോദിക്കുമ്പോ വയത്തിന്റെ ഉള്ളിൽ നിന്ന് മറുപടിയാണ്, ഇത് മകനാണ്, അഹ്മദുൽ കബീറാണ്. അള്ളാഹുവിന്റെ വക്കൽ നിന്ന് പേര് കിട്ടിയിട്ടുണ്ടിനൊരു പേരിന്റെ ആവശ്യമില്ല. ഈ മഹാനായ അഹ്മദുൽ കബീർ റിഫായി വലിയ ആശിഖാണ്, വലിയ മുഹിബ്ബാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹളറത്തിലേക്ക് ഒരു പോക്കുണ്ട്, അത് വല്ലാത്ത പോക്കാണ്. ആശിഖീങ്ങൾ ഇന്നും ലോകത്ത് സ്മരിക്കുന്നൊരു പോക്കാണ്. ആ റൗള ഷരീഫിന്റെ മുമ്പിൽ നിന്നൊരു പാട്ട്, ഒറ്റൊരു പാട്ട്, ഫിഹാലത്തിൽ ബുഅദി റൂഹി കുന്തു ഉർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി. പല ദിവസങ്ങളായി ഞാൻ ദൂരെ നാട്ടിൽ നിന്ന് എൻ്റെ റൂഹ് അങ്ങാകുന്ന തങ്ങളുടെ അടുത്തേക്ക് ഈ ലോകത്തിന്റെ നേതാവാകുന്ന സയ്യിദുൽ കൗനൈൻ സയ്യിദുൽ കായിനാത്ത് അങ്ങയുടെ ഹളറത്തിലേക്ക് ഞാൻ അയക്കാറുണ്ട്. പക്ഷേ വഹാദിഹി ദൗലത്തുൽ അശ്ബാഹി ഖദ് ഹളറത് ഫംദുദ് യമീനക കൈ തുഹ്ലാ ബിഹാ ശഫതി.
ഇന്നതായി അഹ്മദുൽ കബീർ അങ്ങയുടെ ചാരത്തെത്തിയിട്ടുണ്ട്, എനിക്കൊന്നവിടുന്ന് കൈ ചുംബിക്കാൻ തരണം നബിയേ. ഇത് നബി തങ്ങളെ മരണത്തിന് 500 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ സംഭവത്തിന് ആയിരക്കണക്കിന് ആൾക്കാർ സാക്ഷിയാണ്, സംശയമില്ലാതെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. ഫംദുദ് യമീനക കൈ തുഹ്ലാ ബിഹാ ശഫതീ. ഞാനതെന്റെ ചുണ്ടുകൊണ്ട് ഞാനൊന്ന് ചുംബിക്കട്ടെ നബിയേ, എനിക്കൊന്ന് അങ്ങയുടെ കൈ തരണേ നബിയേ എന്ന് ഖബറിന്റെ ഉള്ളിലുള്ള നബി തങ്ങളോട് അഹ്മദുൽ കബീർ തങ്ങൾ ചോദിക്കുകയാണ്. മെഹബൂബായ നബി തങ്ങൾ സഹിക്കുവോ? ഹബീബായ നബി തങ്ങൾ സഹിക്കുവോ? മടക്കിയില്ല. ഉടനെ റൗദയിൽ നിന്ന് കൈ പുറത്തു വരികയാണ്. അഹ്മദുൽ കബീർ വാരിവാ